തൊട്ട് ഞങ്ങളുടെ സ്റ്റഡി ലീവ് തുടങ്ങുക. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം വിചാരിച്ചു എനിക്ക് ബ്രേക്കിന് എന്തെങ്കിലും കഴിക്കണം, വിശക്കും. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. കൂടെ നല്ല തലവേദന ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ് ചായയും കുടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വന്ന് ചായ കുടിക്കാൻ വേണ്ടി വൈബിലോട്ട് നോക്കിയപ്പോൾ വൈബിൽ ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്ന ചായ സ്പോട്ടിൽ നിന്നാണ്. ഇപ്പോഴത്തെ LPG ക്രൈസിസ് കാരണം അവിടുത്തെ പല കടകളും തുറന്നിട്ടില്ല ഗൈസ്. ആകെ 1, 2, 3 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ RSലോട്ട് പോയി ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് കണ്ടത് അവിടെ BTSന്റെ എന്തോ ആഡ് പ്ലേ ചെയ്യുമായിരുന്നെന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് സാധനം മേടിച്ച് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മലബാറിലോട്ട് പോയി. മലബാറിൽ പോയിട്ട് ചായ കുടിക്കാന്നുള്ള രീതിയിൽ മലബാറിലോട്ട് വന്നു. ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് 3 ചായ പറഞ്ഞു. അവളുമാർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവളുമാരെന്തോ കാര്യമായിട്ട് കഴിക്കാൻ വന്നത്. പക്ഷേ അവിടെ കഴിക്കാനും സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 3 പേരും 3 ചായ പറഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് അവളുമാരൊക്കെ പോയി അടുത്തുള്ള കടയിൽ നിന്ന് സ്നാക്സ് കഴിച്ചു ഗൈസ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 2-3 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അഭിമന്യു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ. അങ്ങനെ നോക്കി ഇങ്ങോട്ട് വന്നപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ ഒരു എലി തോണ്ടെ മരത്തിന് മേളിൽ കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഓടുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഈ എലിയൊക്കെ മരത്തിന് മേളിൽ കയറുന്നത്. അങ്ങനെ അതും ഒരു കൗതുകത്തിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ കുറച്ചും കൂടെ നടന്നപ്പോൾ മെറിനും മറിയവും കൂടി ഷീവേളിലോട്ട് കയറി. അവർക്ക് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ലിവിക്ക്. ഞാൻ ലിവിക്കിൽ ഇതുവരെയായിട്ട് കയറിയിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ ലിവിക്ക് കയറി പോകുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് കയറി. ഒരുപാട് നാളായി ആ കട അവിടെ വന്നിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് കയറിയിട്ടില്ല. ഭയങ്കര ആംബിയൻസ് അവിടെ. ഇങ്ങനെ കയറുന്ന വഴിയിൽ മൊത്തം ഇതേപോലെ ബാലരമ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കോ. നല്ല ഭംഗിയാണ്. ഭയങ്കര എസ്തറ്റിക് കഫയാണത്. അവിടുന്ന് ഇങ്ങനെ കയറുമ്പം ഈ വോളിൽ ഇങ്ങനെ ഫുഡിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈക്കിളൊക്കെ മേളിൽ അവർ കയറ് വെച്ചിട്ട് റോപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ മൊത്തം ചെടികളും ഭയങ്കര എസ്തറ്റിക് വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല ഓപ്ഷനാണ്. കൂടാതെ നല്ല അടിപൊളി പാട്ടും അവിടെ എപ്പോഴും ഇടുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മിററുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സോൾട്ട് അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ എന്നുള്ള രീതിയിൽ എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ഒരിടത്ത് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മെറിനെയും മറിയത്തിനെയും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ച് കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ, അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടയ്ക്കൂടെ പോയി അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. കാരണം എവിടെ നോക്കിയാലും ചെടികളാണ്. നല്ല ആംബിയൻസ് ആണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ സാധനം വന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞാൽ. കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു ഇതുകൊണ്ട് കറണ്ട് അങ്ങ് പോയി. കറണ്ട് ഇല്ലാതെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ആ ബിരിയാണി കഴിച്ചു തീർന്നത്. അങ്ങനെ അവസാനം ഇത് കഴിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക ഞങ്ങൾ. സോൾട്ടാണെങ്കിൽ അപ്പോഴത്തേക്ക് കഴിച്ചും തുടങ്ങി. നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വെജ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ മേടിച്ചത് ചിക്കൻ ആയിരുന്നു. ചിക്കൻ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും എന്താ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ച് ഫിനിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് ഭയങ്കര ഐശ്വര്യമായിരുന്നു. നമ്മൾ കഴിച്ച് തുടങ്ങിയപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. പക്ഷെ തീർന്ന കറക്റ്റ് സമയത്ത് കറണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി വീണ്ടും വൈബ് കണ്ടപ്പോൾ വൈബിൽ ഫുള്ള് ലൈറ്റൊക്കെ തെളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ ചായ് സ്പോട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. കാരണം ചായ് സ്പോട്ടായിരുന്നു മെയിൻ സൈറ്റേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ കയറി. ഹോസ്റ്റലിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ ആൻറ്റി അവിടെ ഇരിക്കുന്നു. ആൻറ്റി ചോദിച്ചു എന്നെ വ്ളോഗിൽ ഇടാൻ പോവുകയാണോ പറഞ്ഞ് ആൻറ്റി ചിരിക്കുമായിരുന്നു.